ന്യൂസിലാൻഡ് അന്ന് പറ്റിയെന്ന് പറഞ്ഞ സെമി ഫൈനൽ അന്ന് മഴ കാരണം ആദ്യത്തെ ദിവസം ന്യൂസിലാൻഡ് കളിച്ച് കഴിഞ്ഞിട്ട് അത് ചെറിയ സ്കോറായിരുന്നു, ഇന്ത്യക്ക് ജയിക്കാനുള്ള സ്കോറുള്ളായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ദിവസം മഴ പെയ്ത് ഗ്രൗണ്ടിന്റെ ഇത് മാറിയപ്പോഴത്തേന് ഇന്ത്യൻ ബാറ്റേഴ്സിന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. എന്നിട്ട് പോലും നമ്മുടെ ജഡേജയും ധോണിയും കൂടെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. അതൊക്കെ അവസാനം കൊണ്ട് കളഞ്ഞു ബോൾട്ടിന്റെ പന്തയില്. അതുപോലെയാണ് നമ്മുടെ അന്നത്തെ ബോൾട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ ബോൾട്ട് ഇല്ലായിരുന്നു. ബോൾട്ട് ഇല്ലാതെ തന്നെ നമ്മള് കളിച്ചു ന്യൂസിലാൻഡിനെ നമ്മൾ തോൽപ്പിച്ചു. ഇനിയാണെങ്കിൽ ന്യൂസിലാൻഡ് ആണോ സൗത്ത് ആഫ്രിക്ക ആണോ ഫൈനലിൽ കിട്ടുന്നതെന്ന് അറിയത്തില്ല. കാരണം ന്യൂസിലാൻഡ് വരുന്നെങ്കിൽ ഇന്നിപ്പോ ഓസ്ട്രേലിയ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ അടുത്ത കളി നീ വീണ്ടും 2024 2020 വേൾഡ് കപ്പ് ഫൈനലിൽ വന്ന പോലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തന്നെ വീണ്ടും ചാമ്പ്യൻ ട്രോഫി വരും എന്ന് പറയാനും പറ്റത്തില്ല നമുക്ക്. അത് രണ്ടുപേരെ കിട്ടിയാലും അഥവാ ഇന്ത്യ ഇന്ന് കളി ജയിച്ച് ഫൈനലിൽ എത്തിയാൽ തന്നെ 2019 അവർ കടം തീർക്കാനായി ന്യൂസിലാൻഡ് ഇരിക്കും. അപ്പോൾ ന്യൂസിലാൻഡിൽ അന്നേരം സൗത്ത് ആഫ്രിക്ക ജയിക്കുവാണെങ്കിൽ 2023 കടം തീർക്കാൻ നോക്കും. നമ്മുടെ കടം ഓസ്ട്രേലിയ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഓസ്ട്രേലിയയാണ് മെയിൻ ഘടകം. പക്ഷെ ഓസ്ട്രേലിയ അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ട്രാവിസ് ഹെഡ്, ജോസ് ഇംഗ്ലീഷ് ഉണ്ട്, സ്മിത്ത്, പിന്നെ അവരുടെ ക്യാപ്റ്റൻ പഴയ ക്യാപ്റ്റൻ സ്മിത്ത് വീണ്ടും തിരിച്ചു.